ഫൈനലി ബ്രൈറ്റ് മേക്കപ്പ് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടണം. ഇങ്ങനെയാണ് എൻ്റെ കണ്ണുകൾ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം കുറേ നാളത്തിന് ശേഷം അഫ്സസയ്ക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ്. എല്ലാവർക്കും സ്വാഗതം. ഇപ്പം സമയം രാവിലെ കണ്ണ് കാണില്ല, എത്ര 7 മണി ആയിട്ടില്ല, 7 മണി ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്കൊരു ബ്രൈഡൽ ഷൂട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചിട്ടാന്ന് വെച്ച്. അപ്പം രാവിലെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പം ലൊക്കേഷൻ അയച്ചു തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ആ വഴിക്ക് പോവാണ്. ഉപ്പ നമ്മളെ കൊണ്ടിയാക്കാനുണ്ട്. ചെരുപ്പും സാമൂഹിക സാധനങ്ങളൊക്കെ കൈ പിടിച്ച് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഈ വ്ളോഗിങ് അവസാനം വരെ ഉണ്ടായാൽ മതി എന്ന് മാത്രം ഒരു പ്രാർത്ഥന എനിക്ക് വേണം. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? സുപ്രഭാതം. ഉമ്മ അവിടെ ഉണ്ട്. ഉമ്മ പിന്നെ ഉറങ്ങി നിറ്റതുകൊണ്ട് നമ്മൾ കാണിക്കുന്നില്ല. നമ്മൾ പോരാ. ഞാൻ 6 മണിക്ക് ചരിത്രത്തിൽ ആദ്യമായി ഈ രാവിലത്തെ ആകാശം കാണാൻ എന്ത് മനോഹരമാണല്ലേ സുഹൃത്തുക്കളെ. വല്ലപ്പോഴും മാത്രമേ എന്നെ പോലത്തെ ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചകളാണ്. നാളെ ഇൻഷാ അല്ലാഹ് എനിക്ക്, അല്ലെങ്കിൽ മറ്റന്നാളെ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച. ഈ കാഴ്ചകളൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ആസ്വദിക്കണം. ഗൈസ്, നമ്മൾ വിജയകരമായി ലൊക്കേഷനിലെത്തി. അത് സംഗതി എന്താ വെച്ചാൽ മുന്നിൽ കുറച്ച് നായ്ക്കളുണ്ട്. അപ്പോൾ ഇപ്പോൾ അവിടേക്ക് വണ്ടി അനങ്ങാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അനങ്ങാണ്ട് വേറെ വഴിയില്ലല്ലോ. എടുക്കിപ്പാ ജീവിതം എന്നൊക്കെ പറഞ്ഞ അതന്നെ മനുഷ്യന്റെ വഴി. അവിടെ എന്തില് അതാണെന്നാണ് അപ്പുറത്തുള്ള ഇക്കാക്ക പറഞ്ഞത്. ഗൈസ്, ഞങ്ങൾ ലെങ്സ് വെക്കാൻ പോവുകയാണ്. എക്കലുണ്ട് പക്ഷെ മരിക്ക് പേടിയാണ്. സ്റ്റെപ്പിലേക്ക് നോക്കണേ. അല്ലാ, എന്താ മെല്ലെ ക്ലോസ് ചെയ്യല്ലേ. അറിഞ്ഞോണ്ട് ചെയ്യാതെ അതുകൊണ്ട് ഐഫോൺ അതാണ്. നോ സ്റ്റെപ്പിലേക്ക് കേട്ടോ. ഇത് ഒരെണ്ണവരെ കണിയൊരു കടച്ചില്ല. മെല്ലെ കേട്ടോ. അല്ല, എൻ്റെ കണ്ണവിടെ. ഓക്കെ. എൻ്റെ പക്ഷേ ലെങ്സ് വെക്കണമെങ്കിൽ ഒരു കഷ്ടപ്പാട്. ഇങ്ങനെയാണ് എൻ്റെ കണ്ണുകൾ കവളിച്ചു. നമ്മളിപ്പോൾ മുഖത്ത് എന്തൊക്കെ ഒട്ടിക്കണം എന്താണെന്ന് എനിക്കറിയില്ല. സംഭവം അടിപൊളിയാണ്. കണ്ണെന്തായാലും അടിപൊളിയായിരിക്കും. എല്ലാവരും നിങ്ങൾ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ് മേക്കപ്പ്, അതുപോലെ ഐസ് കുറച്ച് വിടർത്തിയിട്ട്. പക്ഷെ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെടണം. കല്യാണം തമ്മിൽ പറ്റിക്കുക ആൾക്കാരെ. എൻഗേജ്മെന്റ്. ഗൈസ്, ഫൈനലി ഞാൻ കല്യാണം കഴിക്കാൻ. എൻ്റെ ഇമാജിനേഷനിലുള്ള ഹസ്ബൻഡാണ്. ഞാൻ വിചാരിച്ച മാതിരി മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ല, പ്രൊഫഷണൽ ആണെന്നാണ് കേട്ടത്. സെലിബ്രിറ്റി ഒരാൾക്കാർക്ക് മേക്കപ്പ് ചെയ്ത ആളാണ്. ഫൗണ്ടേഷൻ ഇട്ട് മുഖത്ത് എന്തൊക്കെ സംഭവമൊക്കെ ചെയ്ത് അത് ഫാത്തിമ ചെയ്തു തരാൻ പോകുന്നത്. ഫാത്തിമയുടെ നാട്ടിൽ കൂടിയിട്ട് ചെയ്തു തരാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ഒരു കാര്യം,
കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാത്തിമ നാട്ടിനും കൂടിയുള്ള ഒരു അടിയും കൂടി ഞാനിതിൽ കാണിച്ചത് അത് ഇത്രത്തോളം ആയിരിക്കും. ഞാൻ ആളെ മുഖം നിങ്ങൾ കണ്ടില്ലല്ലോ, ഞാൻ കുറച്ച് വേണ്ടി കാണിച്ചു. മേക്കപ്പ് ചെയ്യാണ്ട് മുഖം കാണിച്ചില്ല. മേക്കപ്പ് ആർട്ടിസ്റ്റ് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ്. അതേപോലെ നമ്മളെ ഫോൺ ഇങ്ങനെ വെച്ചത് കൊണ്ട് അവിടെ കാണിക്കുന്നതാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തേക്ക് ഫുള്ള് റെഡി ആവും. നമ്മളെന്തോ അടിക്കാൻ പോകണം. സെറ്റിംഗ് സ്പ്രേ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് കാണാം. ഞാൻ ഈ സമയം വരെയായിട്ട് എൻ്റെ മോൻ കണ്ണാടി നോക്കിയിട്ടില്ല. ചെറുതായിട്ട് ഇപ്പോൾ കണ്ട് നമുക്ക് ഉണ്ട്. ഈ ഗോൾഡ് മേക്കപ്പ് ആണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ നിന്ന് ഇത്രയും നേരം നമ്മൾക്ക് വേണ്ടി ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്തു തന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഫാത്തിമനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ നമ്പർ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ പേര് ഓർമ്മയുണ്ട്. ഫാത്തിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് യാദൃശികമായി കണ്ടുമുട്ടിയതാണെങ്കിലും പക്ഷെ ഇപ്പൊ നമ്മളൊരു കുടുംബം പോലെയാണ്. എന്താ പറയാ, ഞാൻ വിചാരിച്ചില്ല സത്യം പറഞ്ഞാൽ എനിക്ക് മേക്കപ്പ് ലുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനിയും കംപ്ലീറ്റ് ആവാൻ കുറച്ചധികം സ്റ്റെപ്പുകൾ ഉണ്ടെങ്കിലും ഫാത്തിമയുടെ മേക്കപ്പ് സൂപ്പറാണ്. സൂപ്പർ, താങ്ക് യു. നമ്മൾ സ്ലൈഡൊക്കെ കുത്താൻ പോകണം. ഫാത്തിമനെ കണ്ടു നോക്കും. ഫാത്തിമന്റെ മുഞ്ചുകൾ കാണണ്ട. നിങ്ങൾ ആരും ചോദിക്കരുത് ഫാത്തിമ കല്യാണം കഴിഞ്ഞതാ അല്ലേ? ധൈര്യത്തിൽ നിങ്ങൾക്ക് ഫാത്തിമനെ വിളിക്കാം. മേക്കപ്പിന് കംഫർട്ടബിൾ ആയിട്ട് മേക്കപ്പ് ചെയ്യാം. ഫാത്തിമ മേക്ക് ഓവർ അല്ല പേജിൽ ഫാ മേക്ക് ഓവർ. ഞാൻ ഈ പേജ് കൊടുക്കുക, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ എടുക്കുക, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൊടുക്കുക. അങ്ങനെ അടിപൊളി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇതൊന്നല്ല വ്ളോഗ്, ഇതുവരെ എന്തൊക്കെയോ ആയിട്ടാണ് വ്ളോഗുകൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഇവിടെ നിന്നുള്ള വ്ളോഗ് കിട്ടില്ലാണ്. കാരണം ഫാത്തിമ മേക്കപ്പ് ചെയ്തു തന്നു. അതേപോലെ തന്നെ ഫാത്തിമന്റെ കസിൻ ഉണ്ട്, വീഡിയോയിൽ കാണിക്കാമെന്നാണ് പറഞ്ഞത്. മേക്കപ്പ് ചെയ്തിട്ട് കാണിക്കാം. മേക്കപ്പ് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം ഹെയർ സ്റ്റൈലും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇല്ല എടുക്കല്ലേ? ഓ മേക്കപ്പ് ചെയ്തതിനൊക്കെ നടന്നിട്ട് ഇരിക്കണതില്ലേ? എനിക്ക് മനസ്സിലായില്ല. അത് വരെ ക്യാമറയിൽ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ കാണിച്ചു. ലിപ്സ്റ്റിക് ഇട്ടു, ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, കംപ്ലീറ്റ് ആയില്ല. ഇങ്ങനെ നമ്മൾ ഏറിയ നേരത്തെ മേക്കപ്പിന് ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ചായക്ക് നമുക്ക് അടിപൊളിയായിട്ടുള്ള പൊറാട്ട, അതുപോലെ തന്നെ ബീഫ് കറി ഉണ്ട്. ഷെഫ് ആദ്യമായിട്ടാണ് ബീഫ് കഴിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുകൊണ്ടുള്ള ഒരു എക്സ്പ്രഷനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പം നമ്മൾ മേക്കപ്പൊക്കെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യും. മേക്കപ്പ് ഇട്ടിട്ട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാമെന്ന് അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്. സംഭവമാണെങ്കിൽ നല്ല ടേസ്റ്റും ഉണ്ട്, ലിപ്സ്റ്റിക്ക് പോകുന്ന നല്ല പേടിയും ഉണ്ട്. പക്ഷേ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി കുറച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മേക്കപ്പ് കിട്ടുന്ന രീതിയിൽ ചെറിച്ചിട്ടും ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതറിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇനി പുറത്തേക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഷിഫ് ഫുൾ മേക്കപ്പ് ഇങ്ങോട്ട് അങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല, നല്ല ഭംഗിയുണ്ട്. ഇതായിട്ട് നമ്മൾ ഫാത്തിമ മേക്കപ്പ് ചെയ്ത് കൊടുത്താട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പേര് പറഞ്ഞു കൊടുക്കേ. മൈ നെയിം ഈസ് ഹലോ ഗൈസ് പറയും. സുഖാണോ എല്ലാവർക്കും ചോദിക്കി? കേൾക്കണില്ല? കുറവായി. നമ്മള് നേരെ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. എങ്ങോട്ടാ പോണത് പറയേ? ബീച്ചിലേക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. ബാക്കിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെയോ ഉണ്ട്. അങ്ങനെ നമ്മൾ ലൊക്കേഷനിലെത്തി. ഇതെവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബീച്ചിൻ്റെ അടുത്തുള്ള ഗുദാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഫേയാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ കുറേ റെഫറൻസ് എടുത്ത് വെച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യുന്നില്ല. അങ്ങനത്തെ കുറേ ഫോട്ടോസും പോസുകളൊക്കെ ഇട്ട് അങ്ങോട്ട് മിനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് അപ്പം തന്നെ എനിക്ക് തലവേദന ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം തിരിഞ്ഞും മറിഞ്ഞു നിന്ന്. പിന്നെ അവിടെ ഒരു എന്താ പറയുക, ഭയങ്കര നല്ല രസമുള്ളൊരു വൈബായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും നിന്നിട്ടും ഇരുന്നിട്ടും കിടന്നിട്ടും, പ്രത്യേകിച്ച് ഈ സ്കേർട്ട് ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഒരു ഇരിക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനുള്ളിൽ ഇങ്ങനെ ഒരു കുട പോലത്തെ സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇരിക്കാനും അതുപോലെ തന്നെ നടക്കാനും. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലും കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ കുറേ ഫോട്ടോ ഇതിലും വീഡിയോസൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എഡിറ്റ് ചെയ്യാൻ. നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. നമ്മളത് ഗുദാമിലാണ് കാണിച്ചു കൊടുക്കുക. ഇവിടുത്തെ ഫോട്ടോയിൽ കാണാം. ഫോട്ടോ അപ്ലോഡ് ചെയ്യും. മേക്കപ്പ് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം. വൃത്തി ഉണ്ടാവും. കഴിഞ്ഞ്
ഗുളിക കുടിച്ചതിനെ കൊണ്ട് ചെറിയൊരു ഇതുണ്ട് വേദന കുറിച്ച് എന്നാലും വേദന ഉണ്ട് നല്ല രസമുണ്ട് മേക്കപ്പും ഓർണമെന്റ്സും എല്ലാം സൂപ്പറായിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഞങ്ങളെ വ്ളോഗിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ് കേട്ട് വരുമ്പോൾ തന്നെ ഒരു ആശ്വാസം ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നുന്നു നമ്മളെ ക്യാമറാമാനും ഇങ്ങനെ പറയണ്ടേ പറഞ്ഞു അല്ല നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞ് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ മേക്കപ്പ് അങ്ങനെ തന്നെ ഒന്നും ആയിട്ടില്ല ഇതൊക്കെ വാഷ് ചെയ്യാൻ ചെറുതായിട്ട് നമ്മൾ ഛർദ്ദിച്ചൊക്കെ ചെയ്ത് നമ്മൾ ഉഷാറായി ഇനി എൻ്റെ ലെൻസ് വരും അങ്ങനെ ഞാൻ ഓടിപ്പോയി നേരെ മേക്കപ്പ് ഒക്കെ അങ്ങോട്ട് റിമൂവ് ആക്കി അപ്പോഴാണ് ഒരു സമാധാനമായത് കുറേ ഛർദ്ദിച്ചൊക്കെ ചെയ്ത് അപ്പം ഇതൊക്കെയാണ് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് എന്തായാലും മേക്കപ്പും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറെ വൈൻഡപ്പ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇതിലും നല്ല വീഡിയോസ് ആയിട്ട് വരാം ബൈ ഫ്രം അഫ്സ സക്കീർ ടാറ്റാ